വീട് പണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഫ്ലോറിംഗ് വർക്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഭാഗം കൂടെയാണ് കേട്ടോ ഈ ഫ്ലോറിംഗ് വർക്ക്. ഞാനിന്ന് പള്ളിപ്പുറത്തുള്ളൊരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനകത്ത് വിരിച്ചിട്ടുള്ള മാർബിളിനെ കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. എല്ലാവർക്കും ടോസ്കാന മാർബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിനകത്ത് വിരിച്ചിട്ടുള്ള മാർബിളേ കട്നി കാറ്റഗറി വരുന്ന സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിൽ വരുന്നൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 80% വർക്കെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനത്തെ പോളിഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീട്ടിലെ ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഫൈനൽ പോളിഷ് വരിക കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വരെയുള്ള വർക്കുകളെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു അപ്ഡേഷനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിനകത്ത് വരുന്ന മെയിൻ ഹാളും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ബാൽക്കണി സെക്ഷനും കൂടെ നമ്മൾ മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് കംപ്ലീറ്റ് മനസ്സിലാവും വർക്കിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിനെ കുറിച്ചൊക്കെ കേട്ടോ. വളരെ സ്ട്രൈറ്റ് ലൈൻ പാറ്റേൺ ആണ്. നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് ഇതിൻ്റെ ജോയിൻറ്റോ കാര്യങ്ങളൊന്നും കാണില്ല. നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം ഒരു കോട്ട് അപ്പോക്സി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് മുകൾ ഭാഗത്ത് ഒരു കോട്ടിംഗ് പോലെ ഒരു ലെയർ പോലെ ഇതിനെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇത് ഇനി എന്നാണോ പോളിഷ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഇത് റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും രണ്ടാമതുള്ള പോളിഷും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും റഫായിട്ടുള്ള വർക്കുകളൊക്കെ വീട്ടിനകത്ത് വരുവാണെങ്കിലും അതിൻ്റെ മാർബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്റ്റിംഗ് ലെയറായിട്ട് കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സാധാരണഗതിയിൽ ചില വീടുകളിൽ നമ്മൾ ഇത്രയും ഭാഗം സെക്ഷൻ ചെയ്ത് ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ശേഷമായിരിക്കും വർക്ക് വരിക. ചില വീടുകളിൽ 6 മാസത്തിന് ശേഷമായിരിക്കും. ചില വീടുകൾ 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും കേട്ടോ ഫൈനൽ പോളിഷ് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിങ്ങനെ ഒരു അപ്പോക്സി കോട്ടിങ് കൊടുത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ കല്ലിനകത്തുള്ള മൈനർ ഫില്ലിങ്ങോ ക്രാക്കുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു അപ്പോക്സിയിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ അപ്പോക്സി ലെയർ കോട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയൊരു ഹാളാണ്. ആ ഹാളിനകത്ത് നമുക്ക് പക്ക സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഏകദേശം ലൈനെല്ലാം വളരെ മാച്ചായിട്ട് തന്നെ പോകുന്ന രീതിയിലാണ് ചെയ്തിട്ട് കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് ലിവിങ് റൂം സെക്ഷനും അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ സെക്ഷനും കൂടെയാണ്. അത് ഓപ്പൺ ആയിട്ട് വരുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത്തിൽ തോന്നിക്കുകയും ചെയ്യും കേട്ടോ. ബാത്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് കളറും അതുപോലെ തന്നെ ലൈറ്റ് കളറും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഡിസൈൻസാണ് നമ്മൾ ഇവിടെയുള്ള കംപ്ലീറ്റ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വരുന്ന 4x2 ടൈൽ GVT ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മാച്ചായിട്ട് വരുന്ന മാറ്റായിട്ടുള്ള ടൈലുമാണ് നമ്മൾ ഫ്ലോറിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കാണുന്നത് പിന്നെ നിങ്ങളൊരു ബെഡ്റൂം സെക്ഷനാണ്. ബെഡ്റൂമിനകത്ത് നമ്മൾ സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ മാർബിൾ വിരിച്ചിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ ഏത് പാറ്റേണിലാണ് വരുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ വിരിച്ചിട്ടുള്ളത് കേട്ടോ. അതേ കല്ലിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെ വരുന്ന രീതിയിലാണ്. ഒരൊറ്റ ബ്ലോക്കിലാണ് നമ്മൾ ഇവിടെയുള്ള താഴെയുള്ള ഭാഗവും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള മാർബിളും ഒരേ ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മുടെ മാർബിളിൻ്റെ വർക്ക് എത്രത്തോളം സമയമെടുക്കും, എത്ര ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുക, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് തീർത്തിട്ടേ പോവുള്ളൂ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ള പല സംശയങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു മാർബിളിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 4 ഘട്ടം മിനിമം ആയിട്ട് വരും കേട്ടോ. കാരണം ഫസ്റ്റ് ടൈം നമ്മളത് ഫ്ലോറിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊരു ക്യൂറിങ് ടൈം കൊടുക്കണം. ആ ഒരു മെറ്റീരിയൽ അതിന് താഴെയുള്ള കോൺക്രീറ്റും കാര്യങ്ങളും അതെല്ലാം കുമ്മായും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാനുള്ളൊരു സമയം കൊടുക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് മോട്ടർ വെച്ചിട്ട് നമുക്കിത് ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യാനുള്ള സമയം കിട്ടാത്ത സ്ഥലങ്ങളിലെല്ലാം കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് എയറിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും സൗണ്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് നമ്മളൊരു മിനിമം ഒരാഴ്ചയെങ്കിലും നമ്മളൊരു ക്യൂറിങ് ടൈം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് മോട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ആ സമയത്തേക്ക് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ സ്കേറ്റിംഗ് അതുപോലെ തന്നെ സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടുള്ള പോളിഷും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഒരു മാക്സിമം സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിൽ ഗ്രൈൻഡ് ചെയ്ത് ഇതിനകത്ത് താന്നും പൊന്തിയൊക്കെ നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ടാവും. ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കി വെക്കുകയും ചെയ്യും. ഇത്രയും സെക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് 2 സെക്ഷൻ ഫിനിഷ് ആവും. പിന്നീടുള്ള അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള സ്റ്റെയർ കേസ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് സ്കേറ്റിംഗ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഇത്രയും കാര്യം ചെയ്യുമ്പോഴേക്ക് മൂന്നാമത്തെ സെക്ഷൻ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് മൂന്നാമത്തെ സെക്ഷനാണ്. ഈ സെക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും വേണ്ടോ നമ്മളിവിടെ സ്റ്റെയർ കേസിൻ്റെ ടോപ്പും അതുപോലെ തന്നെ റൈസറും കാര്യങ്ങളൊക്കെ വെച്ചു അതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ലെതർ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഇനി പെയിൻറ്റിങ് സമയത്ത് നമുക്ക് ഇതിനകത്ത് വൈറ്റ് സിമെൻറ്റോ അതല്ലെങ്കിൽ പെയിൻറ്റോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് കുടിയിരിക്കാനുള്ള വീടുകളൊക്കെ ആണെങ്കിൽ
നമുക്ക് ഇതുപോലത്തെ ഒരു കവർ വെച്ചിട്ടൊക്കെ ചെയ്യാം. അതെല്ലാം ഒരുപാട് കാലം വെയിറ്റ് ചെയ്യുന്ന വീടുകളാണെങ്കിൽ ഇതിന് വരുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബാത്റൂം കൂടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രേയും ഡാർക്ക് ഗ്രേയും അതുപോലെ പക്ക വൈറ്റ് ആയിട്ടുള്ളൊരു ടൈലും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിനകത്തുള്ള കംപ്ലീറ്റ് ബാത്റൂമിനകത്ത് നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എക്സിക്യൂട്ടീവ് ലുക്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് എക്സിക്യൂട്ടീവ് ലുക്കിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ആ വീടിനകത്ത് തന്നെയുള്ള ഒരു താഴെയുള്ള ഒരു ബെഡ്റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു സെയിം മാർബിൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ മോൾഡ് ചെയ്ത് വെച്ച് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലോറിൽ നമ്മളിപ്പോഴും ഗ്രൈൻഡിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കിച്ചണും വർക്ക് ഏരിയയും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് സെക്ഷൻ ഒറ്റ ഒരു ഹോളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. ഈ ഒരു ഭാഗം കാണുന്നത് നിങ്ങൾ കിച്ചണാണ്. കിച്ചണിൻ്റെ നമ്മൾ വാളിലെല്ലാം കൊടുത്തിട്ടുള്ളത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡറിൽ 4x2 ടൈൽസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡിസൈനിലാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ആക്സസ് ഉള്ള ഒരു പ്രയർ ഹോളാണ്. അത് സെപ്പറേറ്റ് ചെറിയൊരു റൂമായിട്ട് വരുന്നതാണ്. അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേ മാർബിൾ തന്നെയാണ്, സെയിം മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മൊത്തം വരുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് കാണുമ്പോൾ ഒരേ മാർബിൾ വിരിച്ച ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഫസ്റ്റ് ഫ്ലോറിനകത്തുള്ള ഡൈനിങ് ഹാൾ സെക്ഷനും അതുപോലെ തന്നെ ബാൽക്കണി സെക്ഷനും നമ്മൾ കൊടുത്തിട്ടുള്ളത് സെയിം മാർബിൾ തന്നെയാണ്. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ടോപ്പിൽ കൊടുത്തിരുന്നത് ബ്ലാക്ക് ലപ്പോത്ര ആയതുകൊണ്ട് തന്നെ ലെതർ ഫിനിഷിങ്ങുള്ള ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തുള്ള ബോർഡറുകളും നമ്മൾ അതേ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു യൂണിഫോം ഒരു ഫീൽ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഈ ഒരു ഭാഗം കാണുന്നത് ലിവിങ് ഹാളാണ്. ലിവിങ് ഹാൾ അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ള ഫുൾ ഹൈറ്റിൽ വരുന്ന ഒരു ലിവിങ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ ഡൈനിങ് ഹാളിൽ നിന്ന് ആ ഭാഗത്തേക്ക് ഒരു ആക്സസ് വരുന്നുണ്ട്. ആ ഭാഗവും നമ്മൾ കൊടുത്തിട്ടുള്ളത് ലെതർ ഫിനിഷിങ്ങുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഗ്രില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് കൊണ്ടുള്ള സെപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ഭാഗത്തേക്ക് ഒരു വ്യൂ കിട്ടുന്ന കോലത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് റൂമിൽ ഇരിക്കുന്ന ആളുകളെല്ലാം നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരിട്ട് കാണാവുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ടോപ്പിൽ നിന്ന് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ഒരു മാർബിളിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മൊത്തം ബ്യൂട്ടി എനിക്ക് ആ വീഡിയോയിൽ കാണാൻ മനസ്സിലാവും. ഒരു ലൈൻ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് ശരിക്കും ഒരു വ്യൂ ഇതിനകത്ത് തന്നെ കിട്ടും.
മുകൾ ഭാഗത്തുള്ള 2 ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു പാറ്റേണിന് മാച്ച് ആവുന്ന രീതിയിലുള്ള 1600-800 ടൈലുകളാണ്. GVT ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. പ്രീമിയം ക്വാളിറ്റി ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ആ ഒരു പാറ്റേണും ആ കളറെല്ലാം ഏകദേശം നമുക്ക് മാച്ച് ആയിരുന്നു വരുന്ന രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂമാണ് അപ്സ്റ്റെയറിലുള്ളത്. ആ 2 ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത് സെയിം ടൈപ്പ് മെറ്റീരിയലാണ്. അത് തന്നെ 4 ഭാഗത്തും എപ്പോക്സി ചെയ്ത് ബ്ലാക്ക് എപ്പോക്സി ചെയ്ത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗത്തൊക്കെ ടൈൽ ചെയ്യുമ്പോൾ പല ആൾക്കാർ ചോദിക്കാറുണ്ട് ജോയിൻ ഫ്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗി കിട്ടില്ല എന്നുള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് ലൈഫും കൂടെ നോക്കുന്ന സമയത്ത് ഈ ഒരു മെറ്റീരിയൽ മാർബിൾ നമുക്ക് ജോയിൻ ഫ്രീ ആയി ചെയ്യാം. പക്ഷേ ടൈലുകളൊക്കെ നമുക്ക് ജോയിൻ ഫ്രീ ആയി ചെയ്ത് കഴിഞ്ഞാൽ ഈ അടച്ചിട്ടിരിക്കുന്ന റൂമുകളിൽ കുറച്ച് കാലത്ത് ചൂട് കൂടി കഴിഞ്ഞാൽ ഇതിന് എക്സ്പാൻഷൻ സംഭവിക്കുകയും ആ ടൈലുകൾ നമ്മൾ താഴെ ഒട്ടിച്ചിട്ടുള്ള ഗമ്മിൽ നിന്നോ അല്ലെങ്കിൽ സിമെൻറ്റിൽ നിന്നൊക്കെ വേറിട്ട് പുറത്തോട്ട് പോരാനുള്ള സാധ്യതയും ഒരുപാട് സ്ഥലത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബാത്റൂമിനകത്തും അതുപോലെ തന്നെ GVT ടൈലുകൾ ഒട്ടിക്കുന്ന സമയത്ത് മാക്സിമം ഒരു 2 mm 3 mm എങ്കിലും ഒരു എപ്പോക്സി ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ലൈഫ് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. അല്ലാത്ത കേസിലൊക്കെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ചെയ്യുന്ന വീടുകളിൽ വളരെ റെയർ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. ആ ഒരു ഭാഗത്തേക്ക് ജനലും കാര്യങ്ങളും അതിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എയർ തിങ്ങുകയും അത് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ എക്സ്പാൻഷൻ പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. GVT ടൈലുകൾ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പൊന്തിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള എപ്പോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഡിസൈൻ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. സെയിം പാറ്റേണിലുള്ള ഒരു ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രേയും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാറ്റേണാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കാനും പറ്റും. പല ആളുകളും സെലക്ട് ചെയ്യുമ്പോൾ 4 ബാത്റൂമിലേക്ക് 4 കളർ സെലക്ട് ചെയ്യുന്നവരുണ്ടാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റേജ് നമുക്ക് ഒരുപാട് വരാറുണ്ട് കേട്ടോ. 2 ബാത്റൂമുകൾ ഒരു ഐറ്റം 2 ബാത്റൂമുകൾ ഒരു ഐറ്റം എടുക്കുന്ന സമയത്ത് വേസ്റ്റേജ് മാക്സിമം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഇത് പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കേട്ടോ ഈ ഒരു വീടിന് വരുന്നത്. സ്ക്വയർ ടൈപ്പ് പാറ്റേൺ ആയിട്ട് റെക്റ്റാങ്കിൾ ബോക്സസ് വെച്ച പോലെയുള്ള ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് വരുന്നത്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഹൗസ് വാമിങ്ങിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ട് അപ്പോൾ എനിക്ക് മാർബിളിൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇത് അത്യാവശ്യം നീളത്തിലുള്ളൊരു ബാൽക്കണിയാണ്, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്, ഏറ്റവും മുൻഭാഗത്ത് നിന്ന് വരുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് ഒരു സ്ക്വയർ ടൈപ്പ് സ്ട്രക്ചറാണ് ഇതിനകത്ത് കംപ്ലീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി സ്ട്രക്ചറാണ് ഈ ഒരു വീടിന് വരുന്നത്. ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ശരി എന്നാൽ പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളിലേക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.